ഡാമിന്ന് വെള്ളം തുറന്നു വിട്ട പോലെ പിള്ളേർ വന്ന് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളല്ലയോ ഇത്. ഇപ്പോഴല്ലയോ ആർക്കും വേണ്ടാതായത്. മംഗലത്തെ ജഡ്ജി അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനിയൻ കളക്ടറും ഈ സ്കൂളിലല്ലേ പഠിച്ചത്. അപ്പൊ ഞാനാ അവര് പഠിക്കാൻ പോയി, നമ്മള് കുടിക്കാൻ പോയി. നീ പഠിച്ചല്ലോ കുടാണ്ടായി. ഒരു ചായ പറ്റിലിരിക്കോ. പറ്റൽപ്പം കൂടുന്നുണ്ട് കേട്ടോ. കുറുപ്പേട്ടാ, സ്കൂളിന് വല്ല തട്ടുകേടും പറ്റുമോ? ഒന്നും അറിയില്ല. കുടുംബത്തിന്റെ ഐശ്വര്യമായിട്ട് ഇനി ഇതേ ഉള്ളൂ. എന്റെ അനിയൻ ബാലന്റെ അധ്വാന ഇപ്പൊ ഈ കാണുന്ന സ്കൂള്. ഇതൊരു ഹൈസ്കൂൾ ആക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. സുഭദ്രയ്ക്ക് അത് ദണ്ണ. ഈ സ്കൂളുകളൊക്കെ ഇപ്പൊ വോട്ട് ചെയ്യാനും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യാനും മാത്രമായി. വോട്ട് ചെയ്യാനെങ്കിലും നമ്മുടെ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഈ സ്കൂളിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. എന്റെ അഭിപ്രായത്തില് ഈ പ്രദേശത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സ്കൂളാണ് നമ്മുടേത്. എന്നിട്ട് ഇങ്ങനൊരു നീക്കം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ ചെയ്യാ കുറുപ്പേട്ട, പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം. കുറുപ്പേട്ടൻ ടീച്ചറെ കൊണ്ട് ഒരു അപേക്ഷ എഴുതി തന്നാ മതി. സുഭദ്ര അനൂപും കൂടെ കലക്ടറെ കാണാൻ പോയിട്ടുണ്ട്. ഡിയോയുടെ റിപ്പോർട്ട്സ് നോക്കി തന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തത്. അംഗീകാരം നഷ്ടമായ അത് അനൂപിന്റെ ജോലിയെ ബാധിക്കുമല്ലോ. അയ്യോ, ജോലിയെ ബാധിക്കുന്നുണ്ടല്ല സർ. ശ്രമിച്ചാ ഇതുപോലെ നല്ലൊരു ജോലി വേറെ കിട്ടും. പക്ഷെ ഇതെന്റെ മാത്രം പ്രശ്നമല്ല. ഈ വലിയ ഡൊണേഷനും ഫീസൊന്നും കൊടുത്ത് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളല്ലേ സർ. മാത്രമല്ല, ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളതും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടേത്. പിന്നെ എല്ലായിടത്തെയും പോലെ കുട്ടികൾ താരതമ്യേന കുറവാണ്. യെസ് മാഡം, അത് തന്നെയാണ് പ്രശ്നം. ഓരോ വർഷവും സ്റ്റേറ്റ് സിലബസിൽ പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ കുട്ടികൾ കുറയുന്നു. അങ്ങനെയുള്ള സ്കൂളുകൾ സർക്കാരിനൊരു ബാധ്യതയാണ്. കുട്ടികൾ കുറയുന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ അതിന്റെ കാരണം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ സർ. അനൂപ് ഉദ്ദേശിക്കുന്നത്? കാരണം സിമ്പിളാണ് സർ. ഞാൻ കാര്യം ചോദിച്ചാൽ സാർ തെറ്റിദ്ധരിക്കരുത്. നെവർ. ചോദിച്ചോളൂ. സാർ പഠിച്ചത് ഒരു സർക്കാർ സ്കൂളിലല്ലേ? എന്നിട്ടും സാർ IAS കാരനായില്ലേ? പക്ഷെ സാറിന് മകൻ എവിടെ പഠിക്കുന്നത്? അതിപ്പോ ഞാൻ പഠിച്ച കാലമല്ലല്ലോ അനൂപ്. പിന്നെ നമ്മുടെ കുട്ടികളുടെ സ്റ്റാൻഡേർഡും ഫ്യൂച്ചറും ഒക്കെ നോക്കുമ്പോ അതൊരു അബദ്ധ ധാരണയല്ലേ സർ. ഞാൻ തെറ്റായിട്ട് പറയുകയാണെങ്കിൽ സാർ ക്ഷമിക്കണം. ഈ സച്ചിൻ ടെണ്ടുൽക്കറും അബ്ദുൽ കലാമും എന്തിന് നമ്മുടെ റസൂൽ പൂക്കുട്ടി വരെ പഠിച്ചത് ഇത്തരം സർക്കാർ സ്കൂളിലല്ലേ സർ. നമ്മുടെ സമൂഹം തന്നെയല്ലേ ഈ സർക്കാർ സ്കൂളുകളെ വില കുറച്ച് കാണുന്നത്. അനൂപ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. എക്കാലവും മികച്ച പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുള്ളത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല തന്നെയാണ്. അത് തന്നെയാണ് മികച്ചതും. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണ്ടേ? കഴിയും സർ, തീർച്ചയായിട്ടും കഴിയും. ആ ശ്രമം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാൻ സർ അനുമതി തന്നാൽ മതി. നാട്ടുമ്പുറത്തെ ഒരു സ്കൂൾ അടച്ചുപൂട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ആ DO ഇത്ര ഷാർപ്പായിട്ടൊരു റിപ്പോർട്ട് തന്നുകൊണ്ട് ഐ വാസ് ഫോഴ്സ്ഡ് ടു ടേക്ക് ആൻ ആക്ഷൻ. സോ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് ഒക്കെ തെറ്റാൻ തെളിയിച്ച് ആവശ്യത്തിന് കുട്ടികളുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. തൽക്കാലം ഈ ഓർഡർ ഞാൻ ഫ്രീസ് ചെയ്യാം. ഓക്കെ? കൃഷ്ണമാഷിന്റെ മകന് തീർച്ചയായും ഇതൊരു നിയോഗമാണ്. സോ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് ആൻഡ് പ്രൂവ് യുവർസെൽഫ്. താങ്ക് യു സർ. കുഴപ്പമില്ല കുഴപ്പമില്ല. ബാക്കി ഞാൻ കൊടുത്തോളാം. അല്ല മാഷേ, ഇത്രയൊക്കെ സാധനങ്ങൾ മതിയോ? ഒരാൾക്ക് കഴിയാൻ ഇത് തന്നെ ധാരാളം മെമ്പറേ. സാധനങ്ങൾ കുറവാണെങ്കിലും ഒരു വായനശാല തുടങ്ങാനുള്ള പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങളാണ് ചതിക്കാത്ത സുഹൃത്തുക്കളെന്ന് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, അതുകൊണ്ട് ഇപ്പൊ സുഹൃത്തുക്കളുടെ എണ്ണം അങ്ങോട്ട് കുറച്ചു, പുസ്തകങ്ങളുടെ എണ്ണം അങ്ങോട്ട് കൂട്ടി. അല്ല, ഇതൊക്കെ അച്ഛന്റെ പുസ്തകങ്ങളാണോ? ഹേയ്, ഇതൊന്നും നാലിലൊന്നും പോലും ആയിട്ടില്ല. ഇനിയത്തെ പോക്കിന് വേണം ബാക്കിയുള്ളത് കൊണ്ടുവരാൻ. അതെ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആണോ? ഓക്കെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. ഓക്കെ. അല്ല, അപ്പൊ വീടിന്റെ അഗ്രിമെന്റ്? ഓ, അതൊക്കെ പിന്നെ മതിയെന്നേ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, വേഗം പോണം. ഓക്കെ. ശരി.
ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഏതൊരു അച്ഛനമ്മയും ആഗ്രഹിക്കും. പക്ഷേ നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കൂ? തീർച്ചയായിട്ടും സാധിക്കും. ഇവിടെ നല്ല ടീച്ചേഴ്സ് ഇല്ലേ, നല്ല സിലബസ് ഉണ്ട്, കുട്ടികളുണ്ട്. ഉച്ചക്കഞ്ഞി കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഈ സ്കൂളെന്ന് ഇനി ആളുകളെ ബോധ്യപ്പെടുത്തണം. മോൾക്ക് ഈ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുത്തു വിടണ്ട. അയ്യോ ടീച്ചറെ, അത് വേണം. എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട്. പിന്നെ ശോഭയ്ക്ക് നിർബന്ധമാണെങ്കിൽ കൊടുത്തു വിട്ടോളൂ. അയ്യോ എന്റെ ടീച്ചറെ, മറ്റേ സ്കൂളിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അയ്യോ. വേണ്ട, അതൊന്നും ഇപ്പൊ പറയണ്ട. മോൾക്ക് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ശോഭ ധൈര്യമായിട്ട് പൊക്കോളൂ. ഓ, നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ച് നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ പ്രഥമ അവാർഡ് മിക്കവാറും കോട്ടപ്പുറം സരസ്വതി വിലാസം UP സ്കൂളിനായിരിക്കും. സാർ, ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് ഓന്റെ സ്കൂളിന് കിട്ടിയ ഞമ്മളൊക്കെ സ്കൂളിന്റെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നാണക്കേടായിരിക്കും. മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നതായിരുന്നു ഫീസും ഡൊണേഷനും ഒക്കെ. ആ മൊണോപ്പൊളി ഇനി നടക്കുമെന്നും തോന്നുന്നില്ല. അങ്ങ് പറഞ്ഞത് നേരാ. ഇനി തോന്നിയ പോലെ കാശ് മേടിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന സ്കൂളിനെ പറ്റി കൂടുതൽ അറിയാൻ ഞാൻ അവരുടെ വെബ്സൈറ്റ് ഒന്ന് നോക്കി. റിയലി മാർവലസ്. ചെറിയ ചെറിയ സൗകര്യങ്ങളിൽ നിന്നും അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ആര്? വൺ മിസ്റ്റർ അനൂപ് കൃഷ്ണൻ. സത്യത്തിൽ അയാള് എന്റെ സ്കൂളുകളുടെ കൺസൾട്ടന്റായി നിയമിച്ചാലോ എന്നാണ് എന്റെ ആലോചന. എന്റെ സാറേ, വകുപ്പ് മന്ത്രിക്ക് അവൻ നിവേദനം കൊടുത്തിരിക്കുക. എന്നതാ, സംസ്ഥാനം മുഴുവൻ ഒറ്റ സിലബസ് ആക്കണമെന്ന്. ഇനി അതും കൂടെ ആയാ തീർന്നു. ഈ വർഷം എന്റെ സ്കൂളിൽ നിന്ന് TCക്ക് അപേക്ഷിച്ചിരിക്കുന്ന 300 കുട്ടികളാ. രൂപയെ ഒന്നും രണ്ടൊന്നല്ല, ലക്ഷങ്ങളാ ലക്ഷങ്ങൾ. അതുകൊണ്ട് അടുത്ത നടപടി എന്താണെന്ന് നിങ്ങളെല്ലാം കൂടെ ആലോചിച്ചോ. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഓഹോ, താൻ എഴുന്നേക്കാനൊക്കെ പഠിച്ചോ? അല്ല, സാറിനെ പോലെ ഒരാളൊക്കെ വരുമ്പോ നമ്മളൊക്കെ എന്തോന്ന് സാറാണെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ അവാർഡൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ആളല്ലയോ. ഈ സ്കൂളിരിക്കുന്നത് എന്റെ അധികാര പരിധിയിലാണെന്ന് സാറിന് അറിയാമല്ലോ. അറിയാം. എന്നിട്ടാണ് എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഈ കണ്ട പരിഷ്കാരങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നടത്തിയത്. അല്ല സാർ, അത് പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, താൻ ആ വണ്ടി കയറി ഇങ്ങ് വെക്കോ. ഞാൻ ഇവിടുത്തെ മാക്കാച്ചി പിള്ളേരെ പഠിപ്പിച്ചോളാം. വേണ്ട സാർ, അവരിപ്പോ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. സിലബസിലില്ലാത്ത പലതും നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സാർ അറിഞ്ഞത് മുഴുവൻ ശരിയല്ല. എന്ന് വെച്ചാ പകുതി ശരിയാണെന്ന്. ലോകത്താരും പകുതി ഗർഭം ധരിക്കാറില്ല. ഈ UP സ്കൂള് ഗവൺമെന്റ് സ്കൂള് എന്നൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്തുവാ? പറ സാറ് തന്നെ പറയും. ഓഹോ, എടോ, ഒടിഞ്ഞ ബെഞ്ച്, കറങ്ങാത്ത ഫാന്, തലങ്ങും വിലങ്ങും അനുസരണയില്ലാതെ മൂക്കളെ ഒലിപ്പിച്ചോടുന്ന പിള്ളേര്, വട്ടം കൂടിയിരുന്ന് വെടി പറയുന്ന സാറന്മാര്, അതൊക്കെയാടോ സ്കൂള്. ഇതൊക്കെ മാറ്റി തന്നോട് ആര് പറഞ്ഞു? എടോ, ഇതൊരു സർക്കാർ സ്കൂളാണെന്ന് തോന്നണ്ടേ? ഈ ചിന്താഗതി തന്നെ തെറ്റാണ് സാർ. ഗവൺമെന്റ് സ്കൂളിലെ കുഞ്ഞുങ്ങൾ യാതൊരു പുരോഗതി ഇല്ലാതെ ദരിദ്രരായി കഴിയണമെന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് സാർ ആദ്യം മാറ്റേണ്ടത്. സാർ, സ്കൂളിലെ മാറ്റങ്ങൾ സാറിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞതായിരുന്നു. ആരോട് പറഞ്ഞു? അത് ആ യൂണിയൻ സെക്രട്ടറിയോട്. എന്നിട്ട് അയാൾ എന്തോ പറഞ്ഞു? സാറിനോട് പറഞ്ഞാൽ ചിലപ്പോ സാറിന് വിഷമാവും. പറഞ്ഞില്ലെങ്കിൽ താൻ വിഷമിക്കേണ്ടി വരും. പറയണോ? അത് ആ കുള്ളൻ പെട്ടത്തലയോട് ഇതൊന്നും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. അഥവാ പോങ്ങൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നാണ് സാർ പറഞ്ഞത്. സാർ, അയാളൊന്നും ചെയ്യരുത്, ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോയായിരിക്കും. ആണോ? ആ യൂണിയൻ സെക്രട്ടറി ഇപ്പോൾ ഇവിടെ ഉണ്ടാവും? അറിയില്ല സാർ. ഓഹോ, എനിക്ക് ഞാൻ അയാളെ അറിയിച്ചോളാം. ഡ്രൈവർ, വണ്ടി എടുക്കൂ. സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ ഉപാധ്യായത്തിൽ ചുരുളഴിയുന്നത് കോട്ടപ്പുറം സരസ്വതി വിലാസം UP സ്കൂളിന്റെ കഥയാണ്. ഒരു ഘട്ടത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്ന ഈ സ്കൂൾ ഇന്ന് നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ അവാർഡിന് പരിഗണിക്കപ്പെടുന്ന കേരളത്തിലെ ഏക സ്കൂളാണ്. ഈ നേട്ടത്തിന് പിന്നിൽ അനൂപ് കൃഷ്ണൻ എന്ന യുവ അധ്യാപകന്റെ ബുദ്ധിയും ഭാവനയും കഠിനാധ്വാനവുമാണ്. വേറിട്ട കാഴ്ചയിൽ നിന്ന് അനൂപ് കൃഷ്ണന്റെ അപൂർവ വിജയത്തിന്റെ രഹസ്യങ്ങൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിലൂടെ പുറത്തു കൊണ്ടുവരുന്നു. നല്ല ചുട്ട അടി കൊടുക്കാൻ തോന്നുന്ന വികൃതി അതായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ഇതെല്ലാം അവന്റെ അധ്വാനമാ. സത്യം പറയാമല്ലോ, വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇയാൾ ഈ സ്കൂൾ മുടിച്ചു തേച്ചു കഴിവെന്ന്. അത്രയ്ക്ക് കുഴപ്പക്കാരനായിരുന്നു. പക്ഷെ ഇപ്പോ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ ഈ സ്കൂൾ ഇയാൾ മാറ്റിയെടുത്തു.
എനിക്കിപ്പോ എന്റെ മോനെ പോലെ. ഇത്രയും വലിയ ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കും ഈ സ്കൂളിനെ നയിക്കാൻ താങ്കൾക്കുണ്ടായ പ്രചോദനം എന്താണ്? ഇത്തരമൊരു സ്കൂൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല മുക്കാൽ പങ്കും കൈയടക്കി വെച്ചിരിക്കുന്നത് ജാതിമത സംഘടനകളും ആൾദൈവങ്ങളും ആശ്രമങ്ങളൊക്കെയാണ്. LKG മുതൽ എഞ്ചിനീയറിംഗ് വരെയുള്ള വിദ്യാഭ്യാസം ഇവർ വിറ്റ് കാശാക്കുന്നു. ഈ കച്ചവടത്തിൽ ഞെരുങ്ങിപ്പോകുന്ന കുറെ സാധാരണക്കാരുണ്ട്. അവരുടെ കുട്ടികൾക്ക് നല്ലൊരു സ്കൂൾ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അതിന്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. മതസംഘടനകൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കൈയടക്കി കഴിഞ്ഞുവെന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. കച്ചവടം മാത്രമാണോ അവരുടെ ലക്ഷ്യം? ഏത് ജാതിമത സംഘടനകളുടെ ആശ്രമങ്ങളുടെ സ്കൂളാണോ അവിടെ പഠിക്കുന്ന കുട്ടികളിലേക്ക് അവരുടെ ആശയങ്ങളും വിശ്വാസങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ്. ഈ പ്രവണത ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചൂഷണത്തിലേക്കാണ് ഈ ചെറുപ്പക്കാരൻ വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ കച്ചവട സ്ഥാപനങ്ങളായും മത പാഠശാലകളായും മാറുകയാണ്. മത നേതാക്കന്മാരെയും വ്യവസായികളെയും പ്രീതിപ്പെടുത്താൻ മത്സരിച്ച് സ്കൂളുകളും കോളേജുകളും അനുവദിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. പക്ഷേ ചോദ്യം ഇതാണ്: ഈ പൂച്ചകൾക്ക് ആരാണ് മണികെട്ടുക? അതിന് കേരളത്തിൽ അനൂപ് കൃഷ്ണനെ പോലെ അനേകം അധ്യാപകരുണ്ടാവട്ടെ, സരസ്വതി വിലാസം പോലെ അനേകം വിദ്യാലയങ്ങളും. എന്നതാടാ ഡിയോ പറഞ്ഞേ? 30 ദിവസം പള്ളിക്കൂട് അടഞ്ഞു നടന്നാൽ അംഗീകാരം പോകുന്നല്ലേ? ആ KER-ൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നാ പുള്ളിക്കാരൻ പറഞ്ഞത്. എന്നാ പിന്നെ 30 അല്ല 300 ദിവസത്തേക്ക് പൂട്ടാൻ പോവുക. അനു, നീ തിങ്കളാഴ്ച രാവിലെ തന്നെ എത്തൂല്ലോ അല്ലേ? ഞാൻ എത്തും. ആയില്ലല്ലേ നിന്റെ നാള്? ടീച്ചർ അമ്പലത്തിലേക്ക് ഞാൻ വിടാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അതെ, 2 ദിവസം അവധിയാണെന്ന് കരുതി കളിച്ചു തീർക്കരുത്. ക്വിസ് കോമ്പറ്റീഷൻ തിങ്കളാഴ്ചയെന്ന് അറിയാലോ. വീട്ടിലിരുന്ന് നന്നായി പ്രിപ്പയർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അനുവിന്റെ അധ്വാനം വെറുതെ ആയിപ്പോവും. ഞങ്ങള് മേടിക്കും. അതൊക്കെ ഒരു മേടിക്കുന്നേ. ടീച്ചർ ഞാൻ വിടാം. വേണ്ട. നീ വരുന്നടാ? ഇല്ല. ശരി ടീച്ചർ. ആ ടീച്ചറെ ടീച്ചറെ എന്താ എല്ലാരും ഈ നേരത്ത്? അനുപമാഷ പിള്ളേരെയും കൊണ്ട് വല്ല മത്സരത്തിന് മറ്റോ പോകുന്നു പറഞ്ഞായിരുന്നു. ഇല്ല, ട്യൂഷൻ കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് പോയല്ലോ. പിള്ളേർ ഇതുവരെ വീട്ടിൽ ചെന്നിട്ടില്ല. ആരൊക്കെ? രശ്മി, അമലയും. പിള്ളേരെവിടെ വിട്ടെന്ന് സാറിനോട് ഒന്ന് ചോദിക്കേ. ഞാനിപ്പോ വിളിച്ചു ചോദിക്കാം. ഫോൺ എടുക്കുന്നില്ലല്ലോ. സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചേ. ഹലോ, അനു അവിടെ എത്തിയില്ലേ? ഇല്ല, വന്നിട്ടില്ല. ഇറങ്ങുമ്പോ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ വിളിച്ചിട്ടില്ല. ഇല്ല, അവിടെ എത്തിയില്ല. ആരാമ്മ വിളിച്ചേ? ടീച്ചർ, അനു അവിടെ നിന്ന് ഇറങ്ങിയെന്ന്. അവൻ എവിടെങ്കിലും കേറുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല, ഇപ്പൊ അങ്ങനെ ടൗണിലൊന്നും കറങ്ങാൻ പോവാറില്ലല്ലോ. എന്തായാലും ഞാൻ മൊബൈൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ പിള്ളേർ എവിടെ പോയി കിടക്കണം? വല്ല വിവരം ഉണ്ടോ? ഒരു വിവരമില്ലാന്നേ. ആ മാഷയും കാണാനില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കടവിന് അക്കരെ പോയി നോക്കാം. അവിടെ കൂടിയേ ഉള്ളല്ലേ അന്വേഷിക്കാൻ. എന്നാലും സാറ് നമ്മുടെ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ. 2 കൊച്ചുങ്ങളെയും കൊണ്ട് എങ്ങനെ തോന്നി ഇങ്ങേർക്ക്? ഇവന്മാരെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ പിള്ളേർ സ്കൂളിൽ വിടുന്നേ? കാര്യം അറിയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തും. അതിന് വൈകുന്നേരം മുതലേ കാണുന്നില്ലല്ലോ കുട്ടികളെ മാറ്റി. ഈ ഗ്രാമം വിട്ട് അവരെവിടെ പോകാനാ? എന്താ വാസി? എന്താ എല്ലാരും കൂടെ? ആഹാ, അപ്പൊ ചാക്കോ സാറ് പുകിലെന്ന് പറഞ്ഞില്ലേ? ഇല്ല. ആഹാ, ആ മാഷേ, നമ്മുടെ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന രശ്മി അമലയും ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഞങ്ങൾ അവരെ തെരഞ്ഞിറങ്ങിയതാ. പിള്ളേരെ ഓരോന്നിനെ കെട്ടി എന്നോട് നടന്നപ്പോഴേ ഞാൻ എച്ചമ്മന്റെ അടുത്ത് പറഞ്ഞതാ. എല്ലാം അനു പറയുന്നല്ലായിരുന്നല്ലോ, അങ്ങനെ തന്നെ വേണം. ആ മെമ്പർ വാ. പോവാ, ഇവരോടൊക്കെ പറയാൻ നിൽക്കുന്ന നേരം വാ, നമുക്ക് പോയി നോക്കാം. മനോജേ, ഒന്ന് നിന്ന്. അതെ, ഈ ട്യൂഷൻ കഴിഞ്ഞ് കുട്ടികളെ വീട്ടിൽ കൊണ്ടാക്കിയിരുന്നത് ആരാ? അനൂപ് സാറ്. അനൂപ് സാർ അല്ലയോ പഠിപ്പിക്കുന്നത്? അതെ, ഇന്ന് എവിടെയാ കൊണ്ട് നാക്കിയത്? അനൂപ് സാറോട് ചോദിച്ചു. സാർ ഇവിടെ ഇല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതെ, അത് ശരി. അപ്പൊ ചുരുക്കത്തിൽ സാറും ഇല്ല, കുട്ടികളും ഇല്ല. നിങ്ങളെ കൊണ്ട് പോക്കോ, ഞാൻ പറയാ വരാം. നടക്ക്. ഇനി എവിടെ പോയി അന്വേഷിക്കാനാ?
എന്തായി? എന്തെങ്കിലും അറിഞ്ഞോ? നമ്മുടെ തട്ടാരത്ത് ജോൺ ചേട്ടന്റെ വീട്ടുപടിക്കൽ കുട്ടികളെ ഇറക്കുന്നത് കണ്ടവരുണ്ട്. ചേടാ ഇത് പിന്നെ എവിടെ പോയി? കുറുപ്പേട്ടൻ വിഷമിക്കാതെ നമുക്കൊന്നുകൂടെ അന്വേഷിക്കാന്നേ. അത് ശരി. സ്കൂളിൽ നിന്ന് 2 പെമ്പിള്ളേരെ കൊണ്ടാ മുങ്ങിയപ്പോ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ. എന്തായിരുന്നു പുകില്? അവാർഡ് കിട്ടുന്നു, സ്കൂള് നന്നാക്കുന്നു, എന്നിട്ടിപ്പോ എന്തായി? ഞാൻ അന്നേ പറഞ്ഞ അവൻ ആള് ശരിയല്ലെന്ന്. വെറുതെ കാര്യം അറിയാതെ ചാടിക്കറി ഓരോന്ന് പറയല്ലേ. കുട്ടിക്കളിയല്ലേ ഇത്? കലികാലവാ. അങ്ങനെ ആരും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. ഇയാളൊന്നും മിണ്ടാതെ നിൽക്കോ? അത് ശരി. കുറുപ്പേട്ട വന്നേ, ടീച്ചറോട് ഒറ്റയ്ക്കേ ഉള്ളൂ. കൊള്ളാലോ, കിടക്കണ കിടപ്പ് കണ്ടില്ലേ വാദ്യാര്. ഡവേ ആ പിള്ളേരെ ഇങ്ങോട്ട് മാറ്റി കിടത്തി. എന്നാടവേ പിള്ളേരെ അസംബ്ലി നിർത്തുമ്പോഴാണ് കിടത്തുന്നേ? ആ കൈയെടുത്തവന്റെ മേലെടുത്ത് വെച്ചേ. രണ്ടിനെ ചേർത്ത് കിടത്തണ. മതിയാ. വാദ്യാരുടെയും പിള്ളേരുടെയും പടം നാളെ പത്രത്തിലും ചാനലും വരേണ്ടതാ. കുറച്ചുകൂടെ അടുപ്പിക്കണം. വാദ്യാരുടെയും പിള്ളേരുടെയും ക്ലോസപ്പ് എടുത്തോടാ. വാർത്ത പുറത്തു വരുമ്പോൾ ഇത്തിരി എരിവും പുളിവും വന്നോട്ടെ, എന്നാലേ സംഭവത്തിന് ഇത്തിരി ബലം വരുത്തുള്ളൂ. മതി മതി സുഖു, ആ പിള്ളേരെ മാത്രം എടുത്തോ. ആടോ
തല്ലി കൊലടാ ഇവനെ. എവിടായാലും ഒന്ന് കണ്ടു പിടിക്കും. നാട്ടുകാർ വരുന്നുണ്ട്, അവര് നോക്കിക്കോളൂ ഇവനെ. നിക്കുന്നു. വാ. പിള്ളേരെ കൊണ്ട് മുങ്ങാൻ നോക്കിയതാ, ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? തല്ലി കൊല്ലമാവന്മാരെ. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. നമസ്തേ. ഇത് എന്റെ മകനാണ്. ആ. അവൻ ഇനി ഇവിടെ അനൂപിന്റെ സ്കൂളിൽ പഠിക്കട്ടെ. താങ്ക് യു സർ. എന്താ മോന്റെ പേര്? ആകാശ്. ആകാശ്. ഇവന് ഒരു IAS കാരനാക്കാം എന്നൊന്നും എനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല. പക്ഷെ ഭാവിയിൽ മണ്ണിനെ മനുഷ്യനെ സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യനായിരിക്കും, അതുറപ്പ്. താങ്ക് യു സർ. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल